ഇതെന്താടി? ഇത് കുറച്ച് ഫ്രൂട്ട്സ് ഏട്ടത്തിക്കാ. എനിക്കോ? ഞാൻ ചോദിച്ചില്ലല്ലോ. പ്രഗ്നന്റ് ആയിരിക്കുന്ന ഏട്ടത്തിക്ക് ഫ്രൂട്ട്സ് കഴിക്കണ്ടേ? അതിനുവേണ്ടി കൊണ്ടുവന്നതാ. അവിടെ വെച്ചിട്ട് പൊക്കോ. ഇവിടെ വെച്ചിട്ട് പോവാനാ? അതിനു വേണ്ടിയാണോ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തോണ്ട് വന്നേ? നീ ഇതിൽ എന്താടി കലക്കി ഒഴിച്ചിരിക്കുന്നേ? കലക്കി ഒഴിക്കാനാ? എന്നിപ്പോ കാണിച്ചു തരാം. നോക്ക്, ഇതിലൊന്നും ചേർത്തിട്ടുമില്ല, കലക്കി ഒഴിച്ചിട്ടുമില്ല. സത്യം പറഞ്ഞ ഏട്ടത്തിക്ക് ഒരു പ്രായശ്ചിത്തം പോലെയാ ഞാൻ ഈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നത്. പ്രായശ്ചിത്തോ? എന്ത് പ്രായശ്ചിത്തം? എന്റെ ഏട്ടത്തി എന്നെ എന്തെങ്കിലും കാര്യത്തിന് ദ്രോഹിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനും കൂടെ നീ എന്നെ നല്ലപോലെ ദ്രോഹിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതൊന്നും ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതല്ലല്ലോ ഏട്ടത്തി. പിന്നെ പണ്ടത്തെ കാര്യാണ്. എന്നാലും ഞാൻ പറഞ്ഞു എന്ന് വെച്ച് ഏട്ടത്തി ഇതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. നീ പറഞ്ഞു അഞ്ജു. ഞാൻ അന്നൊക്കെ ഒരു പാവയായിരുന്നു ഏട്ടത്തി. കീ തന്നാ പ്രവർത്തിക്കുന്ന ഒരു പാവ. മോഹനേട്ടൻ പറയും, ഞാൻ അതനുസരിക്കും. ഏട്ടത്തിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഇത്രയ്ക്ക് ബുദ്ധിയൊന്നുമില്ല ഇതുപോലെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി പ്രവർത്തിക്കാൻ. എല്ലാം മോഹനേട്ടന്റെ ഐഡിയ ആയിരുന്നു ഏട്ടത്തി. പക്ഷേ മോഹനേട്ടനിപ്പോ എല്ലാം മറന്ന് ഏട്ടത്തിയെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ? അപ്പൊ നല്ല കാര്യല്ലേ? നിങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന എനിക്ക് കാണണം. ഏട്ടത്തി കഴിക്ക്. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് ചിരി വരും കേട്ടോ ഏട്ടത്തി. ചിരിയോ? എന്തിന്? അല്ല, വയ്യാതിരുന്ന സമയത്ത് വെള്ളം പോലും തരാത്ത മോഹനേട്ടനാ ഇപ്പൊ കൈ മുറിഞ്ഞപ്പോ ബാൻഡേജ് ഒട്ടിക്കുന്നു, വെള്ളം തരുന്നു. എന്തൊക്കെ കെയറിങ്ങാ. അല്ല, ചിരി വന്നതേ അങ്ങനത്തെ ചിരിയല്ല കേട്ടോ. അന്ന് ദ്രോഹിച്ചെങ്കിലും ഇന്നിപ്പോ നല്ലോണം നോക്കുന്നില്ലേ? അതിന്റെ സന്തോഷം കൊണ്ടുള്ള ചിരിയാ. എനിക്കിപ്പോ ശരിക്കും കുറ്റബോധം തോന്നുന്നു ഏട്ടത്തി. ഞാൻ എത്രമാത്രം ഏട്ടത്തിയെ ദ്രോഹിച്ചിട്ടുണ്ട്. ഏട്ടത്തി പഴയ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ ഏട്ടത്തി. ഇല്ല അഞ്ജു, എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. നീ ഇതുപോലെ ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞാലല്ലേ എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സ് തുറന്ന് സംസാരിച്ചാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഏട്ടത്തിക്ക് എന്നോട് ഒരു പ്രശ്നവുമില്ല? ഇല്ല അഞ്ജു, ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴാ എനിക്കൊരു ആശ്വാസമായത്. അഞ്ജു, എൻ്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ എല്ലാം ക്ഷമിക്കുമായിരുന്നു. ഏയ്, ഞാൻ ക്ഷമിക്കൂല. ഒറ്റ എണ്ണത്തിനോട് ക്ഷമിക്കൂല. ഏട്ടത്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ മോഹനായിരുന്നു ഇപ്പൊ ജയിലിൽ കിടന്നേനെ. അപ്പൊ ഞാനും ക്ഷമിക്കണ്ട അല്ലേ? അല്ല, ജയിലിലാക്കണം എന്നൊക്കെ ചിന്തിക്കും, പക്ഷെ ക്ഷമിക്കും. നമുക്കെന്തിനാ വെറുതെ ഓരോ ശത്രുതയൊക്കെ. അപ്പൊ ഞാൻ അങ്ങേരോട് ക്ഷമിക്കാം അല്ലേ? അല്ല, അപ്പൊ ഇതുവരെ ക്ഷമിച്ചില്ലേ? അങ്ങേരോട് മാത്രം ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നില്ല അഞ്ജു. എനിക്കും തോന്നി ക്ഷമിക്കാൻ പാടാ. അത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടില്ലേ? എന്നാലും ഏട്ടത്തി ഒന്ന് ആലോചിക്ക്. ക്ഷമിക്കാൻ പറ്റിയാ ക്ഷമിക്ക്, ക്ഷമിച്ചില്ലെങ്കിൽ സാരമില്ല. നീ എന്ത് പറയുന്നു അഞ്ജു? ഞാൻ ക്ഷമിക്കണോ? വേണ്ട. അത്രയും ക്രൂരതയൊക്കെ ചെയ്തല്ലേ, എന്നെ കൊണ്ടും ജയിച്ചതാ. ക്ഷമിക്കണ്ട ഏട്ടത്തി. അഞ്ജു പറയുന്ന പോലെ ക്ഷമിക്കുന്നില്ല. പിന്നെ ത്രിവേണിയായിട്ടുള്ള നിന്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞോ? ഇല്ല ഏട്ടത്തി. സാരമില്ല, അവളോട് ഞാൻ പറയാം. അവ കുറച്ച് എടുത്തിയാട്ടം കൂടുതലാ, പക്ഷെ ഞാൻ പറഞ്ഞാൽ കേൾക്കും. ഒന്നും മനസ്സിൽ വെച്ചേക്കരുതെന്ന് ത്രിവേണിയോട് പറയണം. ഏട്ടത്തി ഒന്നും മനസ്സിൽ വെക്കണ്ട. ശരി. എന്താവശ്യം ഉണ്ടെങ്കിലും അഞ്ജുവേന്നൊന്ന് നീട്ടി പിടിച്ചാൽ മതി, ഞാൻ ഓടിയെത്തും. ശരി. ഞാൻ കഴിച്ചോളാം. ശരി ഏട്ടത്തി.